കയറി കാണുമ്പോഴത്തേക്കിന് ഒരു പല്ലില്ല. ബാക്കി 3 പല്ല് ഭാഗ്യമായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ താടിയുടെ ദണ്ടിവിടായിട്ട് വലിയൊരു മുറിവ് വന്നിട്ട് മാംസം വെളിയിലോട്ട് തള്ളി നിൽക്കുക. തെറാപ്പിസ്റ്റ് എന്നോട് ചോദിക്കുക, ഞങ്ങൾ കൊച്ചിനെ 1 മണിക്കൂർ മുമ്പ് തള്ളി ഇടണമായിരുന്നു, വയ്യാത്ത കൊച്ചല്ലേ, ഇത് പറയത്തക്ക വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളതങ്ങ് വിട്ടേര്, ഇതിൻ്റെ പുറകെ നടക്കണ്ട എന്നുള്ള രീതിയിൽ. അവനൊന്ന് കരയാനോ അല്ലെ വേദന എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേദനയെന്നോ ഒന്നും പറയാൻ പറ്റുന്നൊരു കുട്ടിയല്ല. ഭിന്നശേഷിക്കാരനായ കുട്ടിയെ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനിടയിൽ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന പരാതിയുമായി കുടുംബം. കോട്ടയം മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഭിന്നശേഷി ഓട്ടിസം തെറാപ്പി സെൻ്ററിൽ ഫിസിയോതെറാപ്പി ചെയ്യുന്നതിനിടയിലാണ് ഈ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടിയുടെ പിതാവ് ചങ്ങനാശ്ശേരി അമര സ്വദേശിയായിട്ടുള്ള ബിനീഷ് മുഖ്യമന്ത്രിക്കടക്കം ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. ബിനീഷ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. ഏക മകനാണ്, 9.5 വയസ്സാണ് അവന്. കഴിഞ്ഞ ദിവസം നമ്മൾ മാടപ്പള്ളി ബ്ലോക്കിൽ 26-ാം തീയതി ഫെബ്രുവരി 26-ാം തീയതി തെറാപ്പി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ഒരു 11:30-11:45 സമയത്ത് അവിടുന്ന് എൻ്റെ വൈഫ് വിളിക്കുന്നു. വൈഫ് കരഞ്ഞോണ്ടായിരിക്കുന്നത്, ഇങ്ങോട്ട് ഒന്നും പറയുന്നില്ല. വേറെ ആരോ ഫോൺ മേടിച്ചിട്ട് എന്നോട് പറഞ്ഞ്, ഇന്നപോലെ നിങ്ങളുടെ മകൻ തെറാപ്പി സെൻ്ററിൽ വെച്ച് വീണ് ഒരു പല്ലിന് ചെറിയ പൊട്ടലുമുണ്ട്, ചുണ്ട് കുറച്ച് മുറിഞ്ഞിട്ടുമുണ്ട്, നിങ്ങളിങ്ങോട്ട് വരുവാണെങ്കിൽ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ചെറിയ നിസ്സാരമായിട്ട് പറഞ്ഞപ്പോഴത്തേക്കിന് ചെറിയ എന്തെങ്കിലും പരിക്കായിരിക്കുമെന്ന് കരുതി ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഞാൻ പറഞ്ഞ്, എന്നാൽ നിങ്ങൾ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകും, ഞാൻ അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കെന്ത് സംശയം തോന്നിയിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് തിരിച്ച് വിളിച്ചപ്പം അന്നേരം തന്നെ വേറൊരു ടീച്ചർ ഫോൺ എടുത്തു. അന്നേരം അവർ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഒരു വണ്ടിയെ കയറ്റി കൊച്ചിനെ ആശുപത്രിയിലോട്ട് വിടാം, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം വൈഫ് തൊട്ട് പറയുന്നുണ്ട്, വീഴ്ചാട്ടാ പെട്ടെന്ന് വാ, കൊച്ചിൻ്റെ പല്ലൊരെണ്ണം പോയി, അവൻ്റെ വായിക്കൂടെ എല്ലാം ചോര ഒലിച്ചുകൊണ്ട് വരുമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ കേട്ടുകൊണ്ട് ഞാൻ ടീച്ചറിനോട് കാര്യം ചോദിച്ചപ്പം ഇവർ ഫോണും കട്ട് ചെയ്ത്. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ പെട്ടെന്ന് ഓടി വീട്ടിൽ വന്ന് കൊച്ചിൻ്റെ ചികിത്സയുടെ ബുക്കും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഞാൻ കോട്ടയം ഈ മെഡിക്കൽ കോളേജിൻ്റെ അവിടുത്തെ ഡെൻ്റൽ കോളേജിൽ ചെന്ന് കയറി കാണുമ്പോഴത്തേക്കിന് ഒരു പല്ലില്ല. ബാക്കി 3 പല്ല് ഭാഗ്യമായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ താടിയുടെ ദണ്ടിവിടായിട്ട് വലിയൊരു മുറിവ് വന്നിട്ട് മാംസം വെളിയിലോട്ട് തള്ളി നിൽക്കുക. അപ്പം ഞാൻ ടീച്ചറിനോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, അത് കസേരയിൽ ഇരുത്തിയപ്പം അവിടുന്ന് ചാടിയതാണെന്ന് പറഞ്ഞു. കാരണം കസേരയിൽ ഇരുത്തിയിട്ട് ചാടുന്ന ഒരു പ്രകൃതക്കാരനല്ല പുള്ളി. കാരണം എവിടെയെങ്കിലും നമ്മൾ ഇരുത്തിയാൽ അവിടെ ഇരിക്കുക എന്നുള്ളതല്ലാതെ വേറെ സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യാറില്ല. അതൊരു ഭക്ഷണം പോലും വേണമെങ്കിൽ കരയുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ തരാറേ ചെയ്യാറുള്ളൂ. അപ്പം വൈഫാണേലും ഞാനാണേലും നമ്മൾ ആ ഭക്ഷണം എടുത്ത് കൊടുക്കാറായിരുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു കുട്ടി കസേരയിൽ നിന്ന് വീണ് എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നും പറഞ്ഞ് നമ്മൾ മാടപ്പള്ളി ബ്ലോക്ക് പ്രസിഡൻറ്റിനെയും ഒക്കെ പോയി കണ്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് അന്ന് വിളിച്ചപ്പം ഈ ടീച്ചർമാർ ലീവോ എന്തോ എന്നൊക്കെയാണ് പറഞ്ഞ് ഒഴിവായി. അവസാനം തിങ്കളാഴ്ച ഞങ്ങളവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ചെല്ലുമ്പോഴത്തേക്കിന് പ്രസിഡൻ്റുണ്ട്, അവരെല്ലാം വിളിച്ച് അവരൊരുമാതിരി നമ്മളെ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു. നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തു. എന്നാലും ഞാൻ പറഞ്ഞു, ഇന്ന പോലെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വീണപ്പം 1 മണിക്കൂറിനുള്ളിൽ കൊച്ചിനായിട്ട് ആശുപത്രി എത്തിയിരുന്നെങ്കിൽ നമുക്കത് എങ്ങനെയും വെച്ച് പിടിപ്പിക്കാമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഞാനത് പറഞ്ഞപ്പോൾ ആ തെറാപ്പിസ്റ്റ് എന്നോട് ചോദിക്കുക, ഞങ്ങൾ കൊച്ചിനെ 1 മണിക്കൂർ മുമ്പ് തള്ളി ഇടണമായിരുന്നു, ഈ രീതിയിലാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് വൈസ് പ്രസിഡൻറ്റ് മനു എന്ന് പറയുന്നൊരു പുള്ളിയുണ്ട്, പുള്ളിയോട് നമ്മൾ സംസാരിച്ചപ്പോൾ പുള്ളി ഒരുമാതിരി നമ്മളെ കളിയാക്കുന്ന രീതി. ഞാനും ചെറുപ്പത്തിൽ വീണിട്ടുണ്ട്, എൻ്റെ താടിക്കും പാടുണ്ട്, വയ്യാത്ത കൊച്ചല്ലേ, ഇത് പറയത്തക്ക വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളതങ്ങ് വിട്ടേര്, ഇതിൻ്റെ പുറകെ നടക്കണ്ട എന്നുള്ള രീതിയിൽ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലുള്ള സംഭവം. കാരണം വയ്യാത്തൊരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞാൽ അവനൊന്ന് കരയാനോ അല്ലെ വേദന എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വേദനയെന്നോ ഒന്നും പറയാൻ പറ്റുന്നൊരു കുട്ടിയല്ല. ആ കുട്ടിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു തന്നപ്പം നിസാരവൽക്കരിച്ച് പുള്ളി അങ്ങ് വിട്ടത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? കൊണ്ടുപോകുന്നത് ആ ടീച്ചർക്ക് തന്നെയാണ് കൊണ്ടുപോയത്. പക്ഷേ ആ ബ്ലോക്കിൽ അത്രയും വണ്ടികൾ കിടന്നിട്ട് അതൊന്നും വിളിക്കാതെ ഈ ടീച്ചറിൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് വരുത്തിയിട്ടാണ് കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകുന്നത്. വൈകി. അപ്പം അത് തന്നെ നമുക്കൊരു സംശയം വരണം. അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തെ മാടപ്പള്ളി ആശുപത്രി, അതിനും ആംബുലൻസ് ഉണ്ട്. അതുൾപ്പെടെ അവിടെ കിടക്കുമ്പോഴാണ് പുള്ളിക്കാരുടെ ഭർത്താവിനെ വിളിച്ച് വരുത്തിയിട്ട് ആശുപത്രി കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഈ കാര്യം ഞങ്ങൾ ബ്ലോക്കിൽ പിറ്റേ ദിവസം അറിയിക്കുമ്പോഴാണ് ബ്ലോക്ക് പ്രസിഡൻറ്റും മറ്റുള്ള ആൾക്കാരും ഇത് അറിയുന്നത്. അവർ പോലും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പം ഇത്രയും രഹസ്യമായിട്ട് അവർ ഇത് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് കസേരയിൽ നിന്ന് വീണെന്നാണെങ്കിൽ പോലും ഇത് അവരുടെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. കാരണം ഇങ്ങനെ വയ്യാത്തൊരു കുട്ടിയെ അവിടെ കെയർലെസ് ആയിട്ട് ഇരുത്തിയിട്ട് പോയത് തന്നെ അവരുടെ മിസ്റ്റേക്കാണ്. പിന്നെ ഇതേപോലുള്ള കുട്ടികളുടെ മാതാപിതാക്കളെ അതിൻ്റെ അടുത്ത് വിളിച്ചിരുത്തേണ്ട ഒരു ഇത് അവർ കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ തെറാപ്പി ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ലേ? ഇല്ല, കയറ്റത്തില്ല. അപ്പം സ്ത്രീകളായതുകൊണ്ട് നമ്മൾ വൈഫിനെയാണ് അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. കാരണം സ്ത്രീകൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുരുഷന്മാർ കയറുന്നത് ശരിയല്ലോ എന്ന് കരുതി. പക്ഷേ ഈ സ്ത്രീകളെ പോലും അതിനകത്തോട്ട് കയറ്റുന്നില്ല. ഇവർ പറയുന്നത് പുറത്തിരുന്നാൽ മതിയെന്നും പറഞ്ഞ് കൊച്ചിനെ മാത്രം അകത്തോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അതിനകത്ത് CCTV ക്യാമറയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും നമ്മൾ ഇന്ന് വരെ ചോദിക്കാനോ പോയിട്ടില്ല. ഇപ്പോൾ ഈ പരാതി ചെന്നതിന് ശേഷം നമുക്ക് അതിന് വേണ്ട നടപടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവർ ഒഴിവായി മാറുക ബ്ലോക്കിൽ നിന്ന്.
ഇത്ര നാളായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും ചികിത്സയ്ക്ക് കൊച്ചിനെ കൊണ്ടുപോയിട്ടുണ്ട് ഈ 9.5 വയസ്സിനിടയ്ക്ക്. ഇന്ന് വരെ എങ്ങൊന്നും ഇതുപോലുള്ളൊരു ഇതുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് അറിയണമെന്നുള്ളതാണ് താങ്കളുടെ ആവശ്യം. അതെ, അറിയണം. കാരണം ഇത്രയും വയ്യാത്തൊരു കുട്ടിക്ക് ഇങ്ങനെ ഇത്രയും വലിയൊരു പരിക്ക് വരിക എന്ന് പറയുന്നത് അത് അവരുടെ ഭാഗത്തെ മിസ്റ്റേക്കല്ലേ. അപ്പോൾ അതെന്താണെന്ന് അവർ തുറന്നും പറയുന്നില്ല. നമ്മൾ പല പ്രാവശ്യം കയറി ഇറങ്ങി ചോദിച്ചു. അപ്പം നമ്മളെ കളിയാക്കുന്ന രീതിയിലുള്ള സംസാരം മാത്രമേ ഉള്ളായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. അപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുത്ത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ബിനീഷിൻ്റെ ഒരു സുഹൃത്താണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ബ്ലോക്കിൽ പ്രസിഡൻറ്റിനോടും സെക്രട്ടറിയായിട്ടും സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങളവിടെ സെക്രട്ടറിയെ ആദ്യം കയറി ഞങ്ങൾ രാവിലെ കണ്ടു. സംസാരിച്ചപ്പോൾ സെക്രട്ടറി ആണെങ്കിൽ പോലും സെക്രട്ടറി അന്ന് ഈ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായതല്ല, കൊച്ച് തന്നെ കസേരയിൽ നിന്ന് വീണതാണെന്നുള്ള രീതിയിലാണ് സെക്രട്ടറി സംസാരിച്ചത്. അതിനുശേഷം പ്രസിഡൻറ്റിനെ നേരിട്ട് കണ്ട് സംസാരിച്ച സമയത്ത് ഇവർ ടീച്ചേഴ്സ് വരുന്ന സമയം വരെ ഇവർ പറഞ്ഞിരുന്നത് കൊച്ച് കസേരയിൽ നിന്ന് വീണതാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ആയ വന്നപ്പോൾ ആയ പറഞ്ഞു കൊച്ച് കസേരയിൽ നിന്ന് ഒന്ന് എണീക്കാൻ നോക്കിയപ്പോൾ ഇവർ പെട്ടെന്ന് കൈ കയറി പിടിച്ച സമയത്ത് കുതിരി വീണു എന്നുള്ള രീതിയിൽ ആയ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം കൂടെ ആയ അപ്പോൾ ആ സമയത്ത് പറയുക. അത് കഴിഞ്ഞിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നു. പുള്ളി ഞങ്ങളുടെ അടുത്ത് ഉടനെ പറയുന്നത് കൊച്ച് വീണത് സ്വാഭാവികം എന്ന് പറയാൻ പോലും ഇല്ല. ഞാനും ചെറുപ്പത്തിൽ വീണിട്ടുണ്ട്, എൻ്റെ താടിക്കും സ്റ്റിച്ചുണ്ട്. സ്വാഭാവികമായിട്ട് പിള്ളേരെ വീഴുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇത് സ്വാഭാവികം എന്ന് പോലും പറയാനില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. നിസ്സാരവൽക്കരിച്ചുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പോരുകയും ചെയ്തു. പോകുന്നതിന് ശേഷം വിളിക്കുകയുണ്ടായി. സാമ്പത്തികം എന്തെങ്കിലും ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ വിനീഷ് പറഞ്ഞു സാമ്പത്തികമല്ല, വയ്യാഴികയുള്ളൊരു കുഞ്ഞിനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇത്രയും നാൾ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ടും അവൻ എത്ര കാലം ഉണ്ടോ അത്രയും കാലവും അവനെ ഞാൻ പൊന്നുപോലെ നോക്കും എന്ന് മാത്രമാണ് എന്നോടും പറഞ്ഞത്, അവരോടും പറഞ്ഞത്. അങ്ങനെ ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമവും നടന്നു അല്ലേ? അങ്ങനെ ഒരു ശ്രമം കൂടെ നടന്നു. അതുകൂടാതെ അവിടെ 4 ടീച്ചേഴ്സാണ് ഉള്ളത്. അപ്പോൾ തെറാപ്പി ചെയ്യുന്ന ഒരേ സമയത്ത് 4 പിള്ളേരെയാണ് തെറാപ്പി ചെയ്യുന്നത്. അപ്പോൾ ഒരു സമയത്ത് ഒരു ടീച്ചർ ഒരു കുട്ടിയാണ് തെറാപ്പി ചെയ്യുന്നത്. ആ സമയത്ത് ഈ കുട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ടീച്ചേഴ്സിനാണ്. മാതാപിതാക്കളെ ആരെയും കയറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ ടീച്ചേഴ്സിനാണ്. അവിടെ ക്യാമറയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തുമില്ല. ഇവർ പറയുന്നത് തൊട്ട് നമുക്ക് വിശ്വസിക്കാനും പറ്റാത്ത കാര്യങ്ങളാണ് പറയുന്നത്. തങ്ങളുടെ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് പരിക്കേറ്റത് എന്നുള്ളത് അറിയണം എന്നുള്ളത് തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ ആവശ്യം. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.